നമസ്കാരം. ഗാസയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു ചുവടുവെപ്പ് കൂടി നടന്നിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗാസ സമാധാന പദ്ധതിക്കാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അംഗീകാരം നൽകിയിട്ടുള്ളത്. തിങ്കളാഴ്ച നടന്ന വോട്ടെടുപ്പിലൂടെ വെടിനിർത്തൽ നടപ്പിലാക്കൽ, ഗാസയുടെ പുനർനിർമ്മാണം, ഗാസയിലെ ഭരണം എന്നിവയ്ക്കായുള്ള സമഗ്രമായിട്ടുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര രൂപരേഖ പാസാക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് 20 ഇന നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു പ്രമേയം ആയിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് നിർദ്ദേശങ്ങൾ ആയിരുന്നു എങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഇത് അംഗീകരിച്ചതോടുകൂടി അത് തത്വത്തിൽ ഒരു നിയമമായി തന്നെ മാറിയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഒരു അംഗരാജ്യവും ഈ പ്രമേയത്തെ എതിർത്തില്ല, ഈ നിർദ്ദേശത്തെ എതിർത്തില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം UK, ഫ്രാൻസ്, സൊമാലിയ ഉൾപ്പെടെ 13 രാജ്യങ്ങൾ ആണ് പ്രമേയത്തെ പിന്തുണച്ചത്. ആരും എതിർത്തോട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോഴും റഷ്യയും ചൈനയും ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. എന്തായാലും 2 വർഷം നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിച്ചതിൻ്റെ ഭാഗമായാണ് അമേരിക്ക ഈ 20 ഇന നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വന്നത്. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതോടെ ഇത് രൂപരേഖ എന്നതിന് അപ്പുറത്തെ അംഗീകൃതമായ ഒരു ഉത്തരവായി മാറിയിരിക്കുകയാണ്. ആ ഉത്തരവുമായി ഇനി മുന്നോട്ട് പോവുക എന്നതാണ് ലോകരാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് ആരുടെയൊക്കെ സഹകരണം ഉണ്ടാകും, ആരൊക്കെ മുഖം തിരിക്കും എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഗാസയുടെ ഭരണത്തിനായി ഒരു ഇടക്കാല അതോറിറ്റിക്കുള്ള സാധ്യതയാണ് ഇതോടെ വർദ്ധിക്കുന്നത്. അതായത് നിലവിൽ ഹമാസാണ് ഗാസയുടെ നിയന്ത്രണം എന്നത് നമുക്കറിയാം. ആ ഹമാസുമായാണ് ഇസ്രായേൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്. ഹമാസ് ഏതാണ്ട് തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഗാസ എന്ന ഭൂപ്രദേശത്തെ നിയന്ത്രിക്കുന്നതിനും നയിക്കുന്നതിനും ഒരു ഭരണ സംവിധാനം വേണം. അവിടെ ഗാസയിലെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സർക്കാർ സംവിധാനമാണ് ഇടക്കാലം അധികാരത്തിൽ വരേണ്ടത്. അതിനായാണ് ഒരു അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോം രൂപീകരിക്കപ്പെടുന്നത്. മറ്റൊന്ന് ഗാസയുടെ പുനർനിർമ്മാണ പ്രവർത്തനം എന്നതാണ്. നമുക്കറിയാം, ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഗാസയിലെ ഏതാണ്ട് 90% നിർമ്മിതികളും തകർന്ന് തരിപ്പണമായ സാഹചര്യം ആണ് ഉള്ളത്. അത്രയും നിർമ്മിതികൾ ആണ് ഇനി വീണ്ടെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഗാസയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കണമെങ്കിൽ സുസ്ഥിരമായ ഒരു സാമ്പത്തിക സംവിധാനവും വേണം. ഇങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി ഒരു ഇടക്കാല ബോഡിയായ ബോർഡ് ഓഫ് പീസിൽ ചേരാൻ ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ്. മറ്റൊരു സുപ്രധാനമായ നീക്കം എന്നത് ഹമാസിനെ നിരായുധീകരിക്കുക എന്നതാണ്. ഹമാസ് ഒരു സായുധ സേനയായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഹമാസ് ഒരു ഭീകര സംഘടനയാണ് എന്നതാണ് ഇസ്രായേലിൻ്റെ വാദം. ഭീകരപ്രവർത്തനമാണ് അവർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടെങ്കിൽ ഭീകരപ്രവർത്തനങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഹമാസിനെ നിരായുധീകരിക്കണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. മറ്റു ചില ലോകരാഷ്ട്രങ്ങളും ഇതേ ആവശ്യം തന്നെ ഉന്നയിക്കുന്നുമുണ്ട്. അതിന് ഒരു അന്താരാഷ്ട്ര സ്ഥിരതാ സേനയെ ഏൽപ്പിക്കണം. അതോടൊപ്പം തന്നെ ഹമാസ് നിരായുധീകരിക്കപ്പെടുമ്പോൾ ഗാസയുടെ സുരക്ഷാ ചുമതല ഈ അന്താരാഷ്ട്ര സേനയെ ഏൽപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ആണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതേസമയം സുരക്ഷാ കൗൺസിലിൻ്റെ തീരുമാനങ്ങളെ ഹമാസ് തള്ളിക്കളയുകയാണ്. സ്വാഭാവികമായി ഹമാസിന് അധികാരം നഷ്ടപ്പെടുന്ന, അവരുടെ ആയുധങ്ങൾ നിരായുധീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ അനുകൂലിക്കാൻ ഹമാസിന് സാധിക്കില്ല. ഈ പ്രമേയം പലസ്തീനികളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നതാണ് എന്നതാണ് ഈ ഹമാസിൻ്റെ നിലപാട്. ഗാസയിൽ ഒരു അന്താരാഷ്ട്ര ട്രസ്റ്റിഷിപ്പ് ഉണ്ടാക്കുക, അത് അടിച്ചേൽപ്പിക്കുക, അതാണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ എന്നുകൂടിയാണ് ഹമാസ് പറഞ്ഞു വയ്ക്കുന്നത്. സായുധ ഗ്രൂപ്പുകളെ നിർവീര്യമാക്കി അന്താരാഷ്ട്ര സ്ഥിരതാ സേനയെ സുരക്ഷ ഏൽപ്പിക്കുമ്പോൾ അത് പൂർണ്ണമായും ഹമാസിന് നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. ഗാസ മുനമ്പിനുള്ളിൽ സായുധ ഗ്രൂപ്പുകളെ നിരായുധീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ അന്താരാഷ്ട്ര സേനയെ ഏൽപ്പിക്കുന്നത് നിഷ്പക്ഷമായി കാണാനാകില്ല എന്നുകൂടി ഹമാസ് പറയുന്നു. മാത്രമല്ല, അത് അധിനിവേശമായാണ് കണക്കാക്കപ്പെടുക. ഹമാസ് വാർത്താ ഏജൻസി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് തങ്ങളുടെ മേൽ രാജ്യാന്തര നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ്. പ്രമേയം ഇസ്രയേലിന് അനുകൂലമാണ്. തങ്ങളുടെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ട് എന്നുമാണ് ഹമാസിൻ്റെ പ്രതികരണം. അതേസമയം ഗാസയെ സൈനിക മുക്തമാക്കണമെന്ന ആവശ്യവും ഒപ്പം ഹമാസിനെ നിരായുധീകരിക്കണം എന്ന ആവശ്യവുമൊക്കെ
ഇസ്രായേൽ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഇസ്രായേലിന് അനുകൂലമാകുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട വിമർശനം. അതേസമയം ഇസ്രായേലിനും ഇതുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരു സ്വതന്ത്ര രാജ്യമായി ഗാസ മാറുമ്പോൾ അതിൻ്റെ ഭാവി എങ്ങനെയായിരിക്കുമെന്നത് സംബന്ധിച്ചൊക്കെ ഇസ്രായേലിന് ഇപ്പോഴും സംശയങ്ങളുണ്ട്. എന്തു തന്നെയാണെങ്കിലും പ്രമേയം ചരിത്രപരമാണ് എന്നും വോട്ടെടുപ്പിന് ശേഷം ഐക്യരാഷ്ട്രസഭയിൽ ഇത് വിജയിച്ചു എന്നതുമൊക്കെ വലിയ നേട്ടം ആണ് എന്നുമാണ് US അംബാസഡർ മൈക്ക് വാട്സ് പറഞ്ഞത്. പ്രമേയം ഗാസയെ അഭിവൃദ്ധിപ്പെടുത്തുമെന്നും സുരക്ഷിതമായി ജീവിക്കാൻ അനുവദിക്കുന്ന അന്തരീക്ഷത്തിന് വഴിയൊരുക്കുമെന്നും സുപ്രധാനമായ ഒരു ചുവടുവെപ്പാണ് ഇത് എന്നുമാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. സുരക്ഷാ കൗൺസിലിൻ്റെ വോട്ടെടുപ്പ് ജയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും സ്വാഗതം ചെയ്തു. തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു നീണ്ട സന്ദേശം ആണ് ട്രംപ് പോസ്റ്റ് ചെയ്തത്. ആഗോള നയതന്ത്രത്തിലെ ഒരു നാഴികക്കല്ലായി അദ്ദേഹം ഈ നടപടിയെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ പിന്തുണച്ച രാജ്യങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രമേയം അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അംഗങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ഈ ബോർഡ് ഓഫ് പീസിൻ്റെ അധ്യക്ഷൻ താനായിരിക്കും. ലോകമെമ്പാടുമുള്ള ഏറ്റവും ശക്തരും ആദരണീയരുമായ നേതാക്കൾ ഈ ബോർഡിൻ്റെ ഭാഗമാകും. ഇത് ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നായി മാറും എന്നുമാണ് ട്രംപ് പറയുന്നത്.